ഏഷ്യ പസഫിക് മേഖലയെയും ആഗോള ഭൗമരാഷ്ട്രീയത്തെയും പുനർനിർണയിക്കുന്ന സുപ്രധാന ചുവടുവയ്പ്പുകളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ബീജിംഗിൽ നടത്തിയ ചരിത്രപരമായ 2 ദിവസത്തെ ഉച്ചകോടിക്ക് തൊട്ടുപിന്നാലെ തായ്വാൻ ചൈനയിൽ നിന്ന് ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിനെതിരെ ട്രംപ് നൽകിയ കടുത്ത മുന്നറിയിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്. തായ്വാന്റെ ഏകപക്ഷീയമായ സ്വയംഭരണ പ്രഖ്യാപനത്തെ അമേരിക്ക അനുകൂലിക്കില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ് മേഖലയിൽ മറ്റൊരു യുദ്ധത്തിന് താൽപ്പര്യമില്ലെന്ന കൃത്യമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. ബീജിംഗ് ഉച്ചകോടിക്ക് ശേഷം പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് തന്റെ പുതിയ തായ്വാൻ നയം വ്യക്തമാക്കിയത്. ആരും പെട്ടെന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രം 15,000-ത്തിലധികം കിലോമീറ്റർ യാത്ര ചെയ്യാൻ അമേരിക്കയ്ക്ക് താൽപ്പര്യമില്ല. ചൈനയും തായ്വാനും നിലവിലെ സാഹചര്യം ശക്തമാക്കാനാണ് ശ്രമിക്കേണ്ടത്, ട്രംപ് പറഞ്ഞു. അമേരിക്കയുടെ സൈനിക പിന്തുണയുണ്ടെന്ന ധാരണയിൽ തായ്വാൻ പ്രകോപനപരമായ നീക്കങ്ങൾക്ക് മുതിരരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വാഷിംഗ്ടൺ ദീർഘകാലമായി പിന്തുടരുന്ന ഒരൊറ്റ ചൈന എന്ന നയത്തെ തത്വത്തിൽ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇത്തവണ കരുക്കൾ നീക്കുന്നത്. തായ്വാന്റെ സ്വയംഭരണാവകാശത്തെയും പ്രതിരോധത്തെയും നിയമപരമായി സഹായിക്കാൻ അമേരിക്ക ബാധ്യസ്ഥമാണെങ്കിലും ഔദ്യോഗികമായി ഒരു പുതിയ രാഷ്ട്രപ്രഖ്യാപനം നടത്തി ചൈനയെ പ്രകോപിപ്പിക്കുന്നതിനോട് ട്രംപിന് താൽപ്പര്യമില്ല. ബീജിംഗുമായി വലിയ തോതിലുള്ള വ്യാപാര യുദ്ധങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ തായ്വാൻ വിഷയത്തിൽ ചൈനയെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ടതില്ലെന്ന സാമ്പത്തിക താൽപ്പര്യം കൂടിയാണ് ട്രംപ് ഇവിടെ പയറ്റുന്നത്. അമേരിക്ക ചൈന നയതന്ത്ര ബന്ധത്തിലെ ഏറ്റവും നിർണായകമായ സങ്കീർണമായ വിഷയം തായ്വാനാണെന്ന് ഉച്ചകോടിയിൽ ഷീ ജിൻപിങ് ട്രംപിനെ കർശനമായി ഓർമ്മിപ്പിച്ചിരുന്നു. തായ്വാൻ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ചൈനയ്ക്കുള്ളത്. ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പാകപ്പിഴകൾ സംഭവിച്ചാൽ ഇരു വൻശക്തികളും തമ്മിൽ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന കടുത്ത മുന്നറിയിപ്പും ചൈനീസ് പ്രസിഡന്റ് നൽകിയിട്ടുണ്ട്. തായ്വാനിലെ പുതിയ പ്രസിഡന്റ് ലായ് ചിങ് തെയെ തികഞ്ഞ വിഘടനവാദിയായാണ് ചൈന കാണുന്നത്. കഴിഞ്ഞ വർഷം അവസാനം തായ്വാന് $11 ബില്യൺ അത്യാധുനിക മിസൈലുകളും റോക്കറ്റുകളും നൽകാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചിരുന്നു. ചൈന ഇതിനെ ശക്തമായി അപലപിക്കുകയും മേഖലയിൽ സൈനികാഭ്യാസം ശക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ആയുധ കരാറുമായി മുന്നോട്ടു പോകണമോ എന്ന കാര്യത്തിൽ താൻ ഉടൻ തീരുമാനമെടുക്കുമെന്നും ചൈനീസ് പ്രസിഡന്റുമായി ഇത് വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. ഇതിനായി തായ്വാൻ ഭരണകൂടവുമായി നേരിട്ട് സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തായ്വാൻ നേതാക്കളുമായി US പ്രസിഡന്റുമാർ നേരിട്ട് സംസാരിക്കുന്നത് ചൈനയെ കടുത്ത രീതിയിൽ പ്രകോപിപ്പിക്കുന്ന ഒന്നാണ്. എന്നിരുന്നാലും കരാറുകളിൽ അന്തിമ തീരുമാനമെടുക്കാൻ തായ്വാൻ പ്രസിഡന്റുമായി ചർച്ച നടത്തുമെന്ന ട്രംപിന്റെ പ്രസ്താവന ചൈനയെ വീണ്ടും ആശങ്കപ്പെടുത്തുന്നുണ്ട്. തായ്വാന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തലാക്കിയാൽ മാത്രമേ സമാധാന ചർച്ചകൾ പൂർണ്ണമാകൂ എന്നാണ് ബീജിംഗിന്റെ പക്ഷം. തായ്വാൻ നിലവിലൊരു പരമാധികാര രാഷ്ട്രമാണെന്നും അതിനാൽ പ്രത്യേകമായി വീണ്ടും ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കേണ്ടതില്ലെന്നുമാണ് തായ്വാൻ പ്രസിഡന്റ് ലായ് ചീത്തയുടെ പ്രഖ്യാപിത നിലപാട്. ചൈനയുടെ കടുത്ത ഭീഷണികൾക്കിടയിലും അമേരിക്കയുമായുള്ള അവിഭാജ്യ ബന്ധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നും തായ്വാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്.